നിങ്ങൾ 10 വർഷമായിട്ട് ഒരുപക്ഷെ കഷ്ടപ്പെട്ട് ഫലം പുറപ്പെടുവിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ വെറും ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിവുള്ളവൻ തന്നെയാണ്. ദൈവം പറയുകയാണ്, എൻ്റെ അടുക്കലേക്ക് വരിക, ലോസ്റ്റ് ഇയേഴ്സ്, നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീണ്ടെടുത്ത് തരും. പലപ്പോഴും നമ്മൾക്ക് തോന്നും, നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ എങ്ങനെയാണ് ദൈവം വീണ്ടെടുത്ത് തരുന്നത്? ഒരുപക്ഷെ ധനവും സമ്പത്തും അല്ലെങ്കിൽ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് തരുവാൻ കഴിയുമായിരിക്കും. നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ, ഹൗ ക്യാൻ ഇറ്റ് ബി? പൊട്ടക്കണത്തിൽ കടന്ന യോസെഫ് പിന്നീട് ഈജിപ്തിലെ പ്രധാനമന്ത്രി ആയപ്പോൾ അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ ആത്മീയ ഉണർവ് നൽകുന്ന, ആത്മീയമായിട്ട് നമുക്ക് ശക്തി നൽകുന്ന ദൈവത്തിൻ്റെ ഒരു അത്ഭുത വാഗ്ദാനത്തെക്കുറിച്ചാണ് ഇന്ന് ഈ ഒരു മെസ്സേജിൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ പകരം ചെയ്യും എന്നതാണ്. റെസ്റ്റോറേഷൻ, വീണ്ടെടുക്കൽ, പുനർസ്ഥാപനം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. ഈ ഒരു ബൈബിളിലെ ഏറ്റവും വലിയ ആത്മീയ സാരാംശമായിരിക്കും ഒരുപക്ഷെ ദൈവത്തിൻ്റെ റിഡംഷൻ, വീണ്ടെടുപ്പൽ എന്ന് പറയുന്നത്. ഈ ഒരു വലിയ ആത്മീയ സാരാംശത്തെ ഏറ്റവും വലിയ മഹത്വത്തോടു കൂടി തന്നെയാണ് വെറും ചെറിയ 3 അധ്യായങ്ങൾ മാത്രമുള്ള യോവേലിൻ്റെ പുസ്തകത്തിൽ കൂടി പ്രതിപാദിച്ചിരിക്കുന്നത്. യോവേലിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ അയച്ച മഹാസൈന്യമായ വിട്ടിലും തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ പകരം ചെയ്യും എന്നതാണ്. സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ പകരം ചെയ്യും, ദിവസങ്ങൾക്കല്ല. നഷ്ടപ്പെട്ടത് വീണ്ടെടുത്ത് തരും എന്നുമല്ല പറയുന്നത്. നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ പകരം ചെയ്യും, നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ ഞാൻ നിനക്ക് തരും. എത്ര വലിയ വാഗ്ദാനമാണിത്! എത്രമാത്രം നമ്മളെ ആത്മീയമായിട്ട് ശക്തിപ്പെടുത്തുന്ന ഒരു വാഗ്ദാനമാണിത്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഒരുപാട് കാലമായി ഒരു മാറ്റവുമില്ലല്ലോ, കാലമേറെ കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവുമില്ലല്ലോ, ഞാൻ ഇങ്ങനെയായി പോയല്ലോ എന്നുള്ള സങ്കടത്തിലൊക്കെ ഇരിക്കുന്നവരോടാണ് ദൈവം ഈ ഒരു പ്രോമിസ് വചനം നൽകുന്നത്. നിനക്ക് സംവത്സരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ നിനക്ക് നഷ്ടപ്പെട്ടത് ഞാൻ നിനക്ക് പകരം ചെയ്യും. ഈ ഒരു വാക്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക. കുറച്ച് 2-3 മെസ്സേജുകളായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നതാണ്. പലപ്പോഴും വാക്യങ്ങൾ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ വാക്യങ്ങൾ പഠിക്കുക എന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ആ വാക്യങ്ങളുടെ കോൺടെക്സ്റ്റ്, ആ വാക്യങ്ങൾ എവിടെയാണ് കണ്ടത്, ഏതവസ്ഥയിലാണ് ആ വാക്യങ്ങൾ ബൈബിളിൽ കാണപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ഈ വാക്യങ്ങൾ തറഞ്ഞു കയറുന്നത്. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു വാക്യം ഒരിക്കലും മറന്നു പോകത്തുമില്ല. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ പല അവസ്ഥകളിലും ഈ വാക്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഇരുതല മൂർച്ചയുള്ള വാളായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാക്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വന്നത് യോവേലിൻ്റെ പുസ്തകത്തിലെ ഈ ഒരു വാക്യത്തിലാണ്. യോവേലിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് മറ്റുള്ള പ്രവാചകന്മാരുടെ പുസ്തകത്തിലെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ, മറ്റുള്ള പ്രവാചകന്മാരുടെ എല്ലാം പുസ്തകത്തിൽ പലതരത്തിലുള്ള പണിഷ്മെൻ്റാണ് ദൈവം തന്നിൽ നിന്നും അകന്നുപോയ ഇസ്രായേൽ മക്കളെ തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അന്നൊക്കെ ചെയ്തിരുന്നത്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലുമൊക്കെ ദൈവം തന്നെ അരുളപ്പാട് ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങളെ നശിപ്പിക്കും. എങ്ങനെയാണ്? 3 തരത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഒന്ന്, വ്യാധി അല്ലെങ്കിൽ ബാധ അയച്ച്. രണ്ടാമത്തേത് ആണ് ക്ഷാമം. മൂന്നാമത്തേതാണ് ശത്രു സൈന്യം. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത് ശത്രു സൈന്യങ്ങളെ കൊണ്ട് ഇസ്രായേൽ മക്കളെ അവരെ ശത്രു സൈന്യങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവരെ പരിഭ്രമിപ്പിച്ച ദൈവത്തെയാണ്. പക്ഷേ ഏറ്റവും നിസാരരെന്ന് നമ്മൾക്ക് തോന്നിക്കുന്ന വെറും ഇൻസെക്ട്സ് അല്ലെങ്കിൽ വെട്ടുക്കിളിയെയും തുള്ളനെയും പച്ചപ്പുഴുവിനെയും കൊണ്ട് ഒരു ജനതയെ, ഒരു വംശത്തെ ഭീതിപ്പെടുത്തിയ ആ ദൈവത്തിൻ്റെ അവർ കടന്നുപോയ അവസ്ഥയെക്കുറിച്ചാണ് യോവേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ വ്യത്യസ്തമായിട്ട് ഈ ഒരു പുസ്തകം എനിക്ക് തോന്നി. എങ്കിലും ഇത് റിഡംഷനെ കുറിച്ചുള്ള
പുനഃസ്ഥാപനത്തെക്കുറിച്ചുള്ള റെസ്റ്റോറേഷനെ കുറിച്ചുള്ള വലിയ മഹത്വമേറിയ കാര്യങ്ങൾ അടങ്ങുന്ന ഒട്ടുമിക്ക എല്ലാ ബിബ്ലിക്കൽ കോൺസെപ്റ്റ്സും അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. വെറും 3 അധ്യായങ്ങൾ മാത്രമുള്ള ഈ ഒരു പുസ്തകം, യോവേലിൻ്റെ പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കുക. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു അധ്യായം തുടങ്ങുന്നത് തന്നെ യോവേലിനെ കൊണ്ട് യഹോവ അരുളപ്പാട് നടത്തുകയാണ്. നിങ്ങളുടെ കാലത്തും നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തും നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? വിട്ടിലിനെയും തുള്ളനെയും പച്ചപ്പുഴുവിനെയും കൊണ്ട് ഞാൻ നിങ്ങളുടെ ദേശത്തെ നശിപ്പിച്ചിരിക്കുന്നു. ആ ഒരു അവസ്ഥയെക്കുറിച്ച് യോവേൽ എഴുതിയിരിക്കുന്നത്, തുള്ളൻ തിന്ന് തീർത്തതിന് അല്ലെങ്കിൽ തിന്ന് അവശേഷിച്ചതിനെ വെട്ടുക്കിളി തിന്ന് തീർത്തു. വെട്ടുക്കിളി തിന്ന് തീർത്തതിനെ വിട്ടിൽ തിന്ന് തീർത്തു. വിട്ടിൽ തിന്ന് അവശേഷിപ്പിച്ചതിനെ പച്ചപ്പുഴു തിന്ന് തീർത്തു. പല ഘട്ടമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരുടെ ജീവിതത്തിൽ, അവരുടെ ആ ഒരു രാജ്യത്ത് നടന്ന ഒരു പരിപൂർണ നാശത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം തുള്ളൻ വന്ന് ആക്രമിച്ചു. തുള്ളൻ ആക്രമിച്ച് ബാക്കിയുണ്ടായിരുന്നതിനെ വെട്ടുക്കിളി വന്ന് ആക്രമിച്ചു. വെട്ടുക്കിളി വന്ന് ആക്രമിച്ചതിനെ ബാക്കിയുണ്ടായിരുന്നതിനെ വിട്ടിൽ വന്ന് ആക്രമിച്ചു. അതിൽ നിന്നും ബാക്കിയുള്ളതിനെ പച്ചപ്പുഴുവും തിന്ന് നശിപ്പിച്ചു. ഒരുപക്ഷെ വർഷങ്ങളെടുത്ത്, കുറേ കാലങ്ങളെടുത്ത് വന്ന ഒരു നാശമായിരുന്നായിരിക്കണം ഇത്. ഈ വെറും നിസ്സാരരെന്ന് നമ്മൾ കരുതി പോകുന്ന ഇത്തരം ജീവികളെ കൊണ്ട് അവിടെ നടന്നതെന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ടോട്ടൽ ഡിസ്ട്രക്ഷൻ തന്നെയാണ്. അവരുടെ കളപ്പുരകൾ ശൂന്യമായി, അവരുടെ വൃക്ഷങ്ങളെല്ലാം ഉണങ്ങിപ്പോയി, മഴ ഇല്ലാതെയായിപ്പോയി, ധാന്യങ്ങൾ ഇല്ലാതെയായിപ്പോയി, വിത്ത് വെറുതെ കടന്ന് നശിച്ചുപോയി. കാരണം അവർക്ക് വെള്ളമില്ല വിത്ത് വിതയ്ക്കാൻ. അത്തിവൃക്ഷം ഫലം പുറപ്പെടുവിക്കാതെയായി, മുന്തിരിവള്ളികളിലും ഫലം ഇല്ലാതെയായി, കന്നുകാലികളും മൃഗങ്ങളും ഒക്കെ അവർ പോലും കടന്ന് കരയാൻ തുടങ്ങുന്നു. യഹോവയുടെ ആലയത്തിൽ ഭോജനയാഗവും പാനീയയാഗവും അർപ്പിക്കാതെയായി. വലിയൊരു ദുഷ്കരണം പിടിച്ച ഒരു സമയത്ത് കൂടിയാണ് അവരന്ന് കടന്നുപോയത്. വെറും നിസ്സാരരായ ഈ ഒരു ജീവികളെ കൊണ്ട് ദൈവം തന്നിൽ നിന്നും അകന്നു പോയ ഇസ്രായേൽ മക്കളെ തന്നിലേക്ക് അടുപ്പിക്കാൻ ചെയ്ത ഒരു പണിഷ്മെൻ്റ് തന്നെയാണിത്. ഈ ഒരു കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമാണ്. പുതിയ നിയമപുസ്തകവും പഴയ നിയമപുസ്തകങ്ങളിലെയും സ്ക്രിപ്ചേഴ്സ്, വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്ന ഒരു കാര്യമാണ് പഴയ നിയമപുസ്തകങ്ങളിലെ ശിക്ഷ എന്ന് പറയുന്നത്. ശരിയാണ്, പഴയ നിയമപുസ്തകങ്ങളിൽ ശിക്ഷിച്ച ദൈവം തന്നെയാണത്. അതുകൊണ്ട് ദൈവം ശിക്ഷകനാകുന്നില്ല, അതുകൊണ്ട് ദൈവം ദുഷ്ടനാകുന്നുമില്ല എന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നു. കാരണം പഴയ നിയമ കാലത്ത് ന്യായപ്രമാണ പ്രകാരം ശിക്ഷ അനിവാര്യം തന്നെയായിരുന്നു. തന്നിൽ നിന്നും അകന്നുപോയ, തന്നെ മറന്നുപോയ ജനത്തെ ദൈവം ശിക്ഷിച്ചേ മതിയാകത്തുള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരുടെ പുസ്തകത്തിലും ശിക്ഷ ഉള്ളത്. ഇതിൻ്റെ അർത്ഥം ദൈവം ശിക്ഷകനാണ്, ദുഷ്ടനാണ്, തല്ലുന്നവനാണ്, ചതയ്ക്കുന്നവനാണ്, തല്ലിച്ചതയ്ക്കുന്നവനാണ് എന്നുള്ളത് അല്ല. അത് പഴയ നിയമത്തെ ആ ഒരു കാലഘട്ടത്തിലെ അന്നത്തെ ഒരു രീതി, ആ ഒരു ന്യായപ്രമാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള രീതി തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ഈ പുതിയ നിയമത്തിൻ്റെ കാലത്ത് ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ബൈബിൾ പഠിക്കുമ്പോൾ, ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ, ബൈബിൾ പ്രഘോഷണം നടത്തുന്നവർ പലരും മറന്നു പോകുന്നൊരു കാര്യമാണ്. ശിക്ഷകനായ ദൈവത്തെ ഏറ്റവും കൂടുതൽ മുഴപ്പിച്ച് കാണിക്കുന്നു. രക്ഷകനായ ദൈവത്തെ കുറച്ച് ഒന്ന് താഴ്ത്തി ആണ് അവർ സംസാരിക്കുന്നത്. പലപ്പോഴും ഈ ഒരു കാര്യം മനസ്സിലായി പോകാത്തത് കൊണ്ട് തന്നെ പലരും ദൈവത്തിൽ നിന്നുമൊക്കെ അകന്നു പോവുകയാണ്. പ്രവാചകന്മാരുടെ പുസ്തകം പലർക്കും വായിക്കാൻ വളരെയധികം മടി തന്നെയാണ്. കാരണം പുസ്തകങ്ങൾ തുറന്നു നോക്കിയാൽ തന്നെ വലിയ ശിക്ഷയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ഈ പുതിയ നിയമത്തിൻ്റെ കാലത്ത് ഗലേഷ്യൻസ് 3:13 പറയുന്നത്, ക്രിസ്തു നിങ്ങളെ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് മോചിച്ചിരിക്കുന്നു. ക്രിസ്തു നമ്മളെ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും മോചിച്ചിരിക്കുന്നു. ക്രൈസ്റ്റ് ഹാസ് റിഡീംഡ് us ഫ്രം ദ കേഴ്സ് ഓഫ് ലോ. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ ഒരു ശിക്ഷ നമ്മൾക്ക് ഈ ഒരു സമയത്ത് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളത് വിശ്വാസികളെല്ലാവരും അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കുക. രക്ഷകനായ ദൈവത്തെ, സ്നേഹമായ ദൈവത്തെ രക്ഷകനായി തന്നെ നിങ്ങൾ കാണുക. ഞാൻ അയച്ച മഹാസൈന്യമായ വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നു നശിപ്പിച്ച സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ പകരം ചെയ്യും എന്നത് തന്നെയാണ്.
അതിൻ്റെ അർത്ഥം ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ ഞാൻ അയച്ചതാണ് എന്നുള്ളതല്ല. ഈ പുതിയ നിയമത്തിൻ്റെ കാലത്ത് ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അയച്ച മഹാസൈന്യമായ വീട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നു നശിപ്പിച്ച സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ പകരം ചെയ്യും എന്നത് തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ ഞാൻ അയച്ചതാണ് എന്നുള്ളതല്ല. ഈ പുതിയ നിയമത്തിൻ്റെ കാലത്ത് ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പുതിയ നിയമത്തിൻ്റെ കാലത്ത് ഇത് നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോഴൊക്കെ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഒരാളുണ്ട്, ശത്രുവിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ശത്രു നമ്മളെ ആക്രമിക്കുന്നതൊക്കെ പലപ്പോഴും ദൈവത്തിൻ്റെ തലയിലിട്ട് ദൈവം തന്നതാണ്, എല്ലാം മേളിൽ നിന്ന് വരുന്നു എന്നുള്ള ഇത്തരം ചിന്തകളൊക്കെ നിങ്ങൾക്ക് മാറ്റിക്കെട്ടാൻ ശരിയായ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ പറഞ്ഞു തന്നത് ആണ്. അല്ലെങ്കിൽ എനിക്കറിയാം പലരുമുണ്ട്, ഞാൻ ഈ ഒരു വാക്യത്തെക്കുറിച്ച് പലപ്പോഴും മെസ്സേജുകൾ കൂടി പറയുന്ന ഒരു സ്ഥിരം വാക്യം തന്നെയാണ്, നഷ്ടപ്പെട്ടത് ദൈവം വീണ്ടെടുത്ത് തരുമെന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പലരും കമൻറ്റ് ചെയ്യും ഇത് ദൈവം തന്നെ തന്നതാണ്, ഈ ശിക്ഷ ദൈവം തന്നെ തന്നതാണ് എന്നുള്ളത്. ശരിയാണ്, യോവേലിൻ്റെ സമയത്ത് ആ സമയത്ത് ഇത് ദൈവം തന്നെ ചെയ്തതാണ്. പക്ഷേ ഇന്ന് ദൈവം നിങ്ങളെ കുറ്റം വിധിക്കാനും നമ്മളെ ഓരോരുത്തരെയും പണിഷ് ചെയ്യാനും ഒന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ശിക്ഷയുണ്ട്, ന്യായവിധിയുണ്ട്, അത് ഇപ്പോഴല്ല, അത് ദൈവത്തിൻ്റെ സമയത്ത് അവൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് അത് നടക്കുക തന്നെ ചെയ്യും. പക്ഷെ ഇന്ന് നമ്മളുടെയൊക്കെ ഈ ഒരു ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന കഷ്ടങ്ങളും ദോഷങ്ങളും ഒക്കെ ദൈവം തന്ന ശിക്ഷയാണ് എന്ന് നിങ്ങൾ കരുതരുത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരം ശൂന്യമായ അവസ്ഥകൾ, കളപ്പുരകൾ ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥകൾ, ധാന്യങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥകൾ, ആടുമാടുകൾ പോലും കരയുന്ന അവസ്ഥകൾ, ദൈവത്തെ ഒന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ പോലും മടി വരുന്ന അവസ്ഥകൾ, ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പോലും നമ്മൾക്ക് തോന്നാത്ത അവസ്ഥകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുന്നത് തന്നെയാണ്. പക്ഷേ അത്തരം അവസ്ഥകളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോഴും നമ്മളുടെ നോട്ടം എപ്പോഴും ദൈവത്തെങ്കിലേക്ക് തന്നെ ആകണം എന്നുള്ളത് എനിക്ക് എപ്പോഴും എല്ലാവരെയും ഭയങ്കരമായിട്ട് ഓർമ്മിപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ നോട്ടം എപ്പോഴും ദൈവത്തെങ്കിലേക്ക് തന്നെ ആയിരിക്കണം. ദൈവമാണ് ഇതൊക്കെ തരുന്നത് എന്നുള്ള ഒരു വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ ദൈവത്തിലേക്കുള്ള നോട്ടം വലിയ ആത്മാർത്ഥതയും വലിയ വിശ്വാസത്തോടു കൂടിയുള്ള നോട്ടം ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ നഷ്ടം ഇതുകൊണ്ട് തീർന്നിട്ടില്ല, ഇതുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതരുത്. ദൈവം പറയുകയാണ് പൂർണ്ണ ഹൃദയത്തോടുകൂടി, 2-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടുകൂടി എന്നിലേക്ക് തിരിയുക, പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് തിരിയുക. ഞാൻ കരുണയും കൃപയും മഹാദയയും ദീർഘക്ഷമയും ഉള്ളവനാകുന്നു, എന്നിലേക്ക് തിരിയുക. അപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു പോയ ആ ഒരു സമൂഹത്തോടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് തിരിയുക. അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എങ്കിലേക്ക് തിരിവീൻ. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ അത്രേ നിങ്ങൾ കീറേണ്ടത്. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെയല്ലേ നിങ്ങൾ കീറേണ്ടത്. പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറയുന്നതാണ്, ദൈവം ഹൃദയങ്ങളെയാണ് കാണുന്നത്. നമ്മുടെ പുറമേ ഉള്ള ദൈവത്തോടുള്ള ആ ഒരു മനോഭാവം ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവം ഹൃദയങ്ങളെ നോക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അവനിലേക്ക് തിരിഞ്ഞു, നമ്മൾ എത്രമാത്രം അവനിൽ നിന്നും ദൂരെ പോയിരുന്നു എങ്കിലും നമ്മുടെ ഹൃദയം നോക്കുമ്പോൾ നമ്മൾ പിന്നെയും ദൈവത്തിലേക്ക് വന്നു എന്നുള്ളത് അവന് കാണേണ്ടത് തന്നെയാണ്. ഇതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് വസ്ത്രങ്ങളെ അല്ല കീറേണ്ടത്. അത്തരം അവസ്ഥകളിലൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, ബൈബിളിൽ എപ്പോഴും നമ്മൾ കാണുന്നതാണ്. പഴയ നിയമ പുസ്തകങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ അല്ലെങ്കിൽ വരുമ്പോൾ അവരെല്ലാവരും രട്ടെടുത്ത് വസ്ത്രം കീറുന്ന ആ ഒരു അവസ്ഥ. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ വസ്ത്രങ്ങളല്ല കീറേണ്ടത്, നിങ്ങൾ ഹൃദയങ്ങളെ കീറുക. നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളെ മാറ്റുക. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉടച്ച് കീറി പുതിയതായിട്ട് പണിത് എനിക്ക് തരിക. നിങ്ങളെ എന്നിലേക്ക്
അടുപ്പിക്കുക, നിങ്ങളെ എനിക്ക് തരിക. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 12-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം നിങ്ങളെല്ലാവരും വായിക്കുക. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് വരിക. എത്രമാത്രം സമയം അതിക്രമിച്ചുവെങ്കിലും, എത്രമാത്രം നിങ്ങൾ എന്നിൽ നിന്ന് പോയി എങ്കിലും, എത്രമാത്രം കാലതാമസം നിങ്ങൾക്ക് വന്നുവെങ്കിലും, എത്ര നഷ്ടങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചത് എങ്കിലും ഭയപ്പെടേണ്ട, നിങ്ങൾ എന്നിലേക്ക് തിരിയുക. ഇപ്പോഴെങ്കിലും എന്നിലേക്ക് തിരിയുക. സമയം അതിക്രമിച്ചിട്ടില്ല. എല്ലാവരോടും ദൈവം പറയുകയാണ്, ഏതവസ്ഥകളിൽ നിന്നാണെങ്കിലും നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ അഗാധമായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചു പോയി എന്നുള്ള ദൈവത്തിൻ്റെ സ്വരം നിങ്ങളെല്ലാവരെയും ദൈവം കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര താമസിച്ചു എന്ന് കരുതാതെ എങ്കിലേക്ക് നിങ്ങൾ തിരികെ വരിക. എങ്കിലേക്ക് തിരികെ വന്നാൽ, ഇതിനു ശേഷമാണ് ദൈവം പറയുന്നത്, എങ്കിലേക്ക് തിരികെ വന്നാൽ ഞാൻ അയച്ച മഹാസൈന്യമായ വിട്ടിലും തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ പകരം ചെയ്യും. സംവത്സരങ്ങൾക്ക് വേണ്ടിയും പകരം ചെയ്യാൻ. നിങ്ങൾക്ക് വന്ന നഷ്ടമല്ല, നിങ്ങളുടെ ധാന്യപ്പുരകൾ വീണ്ടും നിറയ്ക്കുമെന്നോ നിങ്ങളുടെ ഹൃദയം സന്തോഷിപ്പിക്കുമെന്നോ ഒന്നുമല്ല ദൈവം പറയുന്നത്. നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ പകരം ചെയ്യും. നിങ്ങൾ 10 വർഷമായിട്ട് ഒരുപക്ഷെ കഷ്ടപ്പെട്ട് ഫലം പുറപ്പെടുവിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ വെറും ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിവുള്ളവൻ തന്നെയാണ്. ദൈവം പറയുകയാണ്, എൻ്റെ അടുക്കലേക്ക് വരിക, ലോസ്റ്റ് ഇയേഴ്സ്, നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീണ്ടെടുത്ത് തരും. പലപ്പോഴും നമ്മൾക്ക് തോന്നും, നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ എങ്ങനെയാണ് ദൈവം വീണ്ടെടുത്ത് തരുന്നത്? ഒരുപക്ഷെ ധനവും സമ്പത്തും അല്ലെങ്കിൽ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് തരുവാൻ കഴിയുമായിരിക്കും. നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ, ഹൗ ക്യാൻ ഇറ്റ് ബി? പൊട്ടക്കണത്തിൽ കടന്ന യോസെഫ് പിന്നീട് ഈജിപ്തിലെ പ്രധാനമന്ത്രി ആയപ്പോൾ ആ നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ, കാരാഗ്രഹത്തിൽ കിടന്ന സമയവും തൻ്റെ ഫാമിലിയിൽ നിന്നും അകന്നുപോയ ഒരു സമയമൊന്നും ആ യോസെഫിൻ്റെ ചിന്തകളിലൊന്നും ഒരുപക്ഷെ കണ്ടില്ലായിരിക്കും. കാരണം നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ വലിയ മറുവിലയാണ് ദൈവം നമ്മൾക്കൊക്കെ നേടിത്തരുന്നത്. ഒരുപക്ഷെ നമ്മളുടെ നഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ദിവസം വരെ മാത്രമേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. കാരണം ദൈവം ഒരുപാട് മടങ്ങായിട്ടാണ് പിന്നീട് തിരിച്ച് തരുന്നത്. നമ്മൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ 10 മടങ്ങായിട്ട് തിരിച്ചു തരുമ്പോൾ ആ നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ, ആ നഷ്ടപ്പെട്ട അന്നത്തെ സങ്കടങ്ങൾ, വേദനകൾ, അന്ന് നമ്മൾ ഒഴുകിയ കണ്ണുനീര്, ഇതൊന്നും പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കത്ത് പോലുമില്ല. അങ്ങനെയാണ് ദൈവം നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് വേണ്ടി പകരം ചെയ്യുന്നത്. ദൈവം അബണ്ടൻ്റ് ആയിട്ട് ബ്ലസ് ചെയ്യും. നമ്മൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ പിന്നീട് ഒരുപാട് തരത്തിലാണ് വീണ്ടെടുത്ത് തരുന്നത്. അപ്പോൾ ആ നഷ്ടങ്ങളുടെ കണക്കൊന്നും നമ്മുടെ മുമ്പിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിലൊന്നും ഒരു പാലിൻ്റെ പുറത്തുനിന്ന് പാട നീക്കുന്നത് പോലെ അത് നീക്കം ചെയ്യപ്പെടും. യോസെഫിന് മാത്രമല്ല, ബൈബിളിലുടനീളം പലതരത്തിലുള്ള റെസ്റ്ററേഷനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഇയ്യോബിനും നഷ്ടപ്പെട്ടതെല്ലാം 2 മടങ്ങായിട്ടാണ് ദൈവം കൊടുക്കുന്നത്. നഷ്ടപ്പെട്ടതെല്ലാം, നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ ഞാൻ പകരം ചെയ്യും. നിങ്ങൾ കിണഞ്ഞ് പരിശ്രമിക്കേണ്ട കാര്യമില്ല. നമ്മളാകെ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്, പൂർണ്ണ ഹൃദയത്തോടെ അവങ്കിലേക്ക് തിരിച്ച് വരിക. നമ്മൾ ദൈവത്തിന് അൺഡിവൈഡഡ് അറ്റൻഷൻ കൊടുക്കേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഡിവൈഡഡ് അറ്റൻഷനാണ് കൊടുക്കുന്നത്. പല കാര്യത്തിന് വേണ്ടി ഒരുപാട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ ആ ഒരു അൺഡിവൈഡഡ് അറ്റൻഷൻ, പൂർണ്ണ ഹൃദയം ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ ഞാൻ തിരിച്ചു തരും എന്നുള്ള ഒറ്റ കണ്ടീഷൻ ആണ് ദൈവം നമ്മളോട് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടെ ഇതിൻ്റെ ഒരു 21-ാമത്തെ വാക്യത്തിൽ ആണെന്ന് തോന്നുന്നു. ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ ദേശമേ പരിഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട, സന്തോഷിച്ച് ആനന്ദിച്ച് ഉല്ലസിക്കുക. ദൈവം ഒരു വൻ കാര്യം ചെയ്തിരിക്കുന്നത്. ദ ലോർഡ് ഹാസ് ഡൺ എ ഗ്രേറ്റ് തിങ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിലേക്ക് തിരിയുമ്പോൾ പലപ്പോഴും നമ്മുടെ നാളെക്കുറിച്ചുള്ള ആശങ്കയും കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചുള്ള അന്നത്തെ എന്താ പറയുക, നമ്മൾ അനുഭവിച്ച പരാജയങ്ങളെ പറ്റിയുള്ള സങ്കടങ്ങളൊക്കെ അങ്ങ് മാറുകയാണ്. നമ്മൾ ദൈവത്തിൽ അങ്ങ് വിശ്വസിക്കാൻ തുടങ്ങും.
അതും കൂടെ ദൈവം ഈ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ യോവേലിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ബൈബിളിലെ വലിയ സ്പിരിച്വൽ ആസ്പെക്ട്സിനെ കുറിച്ചുള്ള ഒരു എല്ലാം അടങ്ങുന്ന ഒരു കൺകോക്ഷൻ പോലെയുള്ള ഒരു പുസ്തകം തന്നെയാണിത്. ഈ ഒരു പുസ്തകം നിങ്ങളെല്ലാവരും മനസ്സിരുത്തി വായിക്കുക. ചെറിയ പുസ്തകമാണ്. അബണ്ടൻ്റ് ആയിട്ടുള്ള റെസ്റ്റോറേഷനെ കുറിച്ച് ഈ ഒരു പുസ്തകത്തിൽ പിന്നെയും നമ്മൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ധാന്യപ്പുരകൾ പിന്നെയും നിറഞ്ഞു കവിയും, നിങ്ങളുടെ ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. പലതരത്തിലുള്ള കാര്യങ്ങളാണ് ദൈവം പറയുന്നത്. അബണ്ടൻസിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ ഏറ്റവും അധികമായിട്ട് നിങ്ങൾക്ക് വേണ്ടുവോളം നിങ്ങൾ തിന്നും എന്നാണ് എഴുതിയിരിക്കുന്നത്. അബണ്ടൻസ് പ്രദാനം ചെയ്യുന്ന, നഷ്ടപ്പെട്ടതെല്ലാം ഈ അബണ്ടൻസ് നമ്മൾ കാണുമ്പോൾ ഇതൊന്നും പിന്നെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഓർക്കുകയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു അബണ്ടൻസിന് വേണ്ടി നമ്മൾ ഫിസിക്കൽ റെസ്റ്റോറേഷന് വേണ്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ തിരിച്ച് ചെല്ലാം. മറ്റൊരു തരത്തിലുള്ള ഒരു റെസ്റ്റോറേഷനെ കുറിച്ചാണ് ദൈവം പറയുന്നത്, എൻ്റെ ജനത്തെ ഞാൻ ലജ്ജിപ്പിക്കുകയില്ല. പലപ്പോഴും നമ്മൾ ജീവിതത്തിലുടനീളം നമ്മൾ കാണുന്നതാണ്, നഷ്ടങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ പറയുന്നത് ദൈവത്തിന് നമ്മളെ ഇഷ്ടമില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഇത് ശരിയായ ഒരു കാര്യമല്ല എങ്കിലും പലപ്പോഴും നമ്മുടെ ആ ഒരു പ്രദേശത്തൊക്കെ നമ്മളെക്കുറിച്ച് ആൾക്കാർ എന്താണ് പറയുന്നത്, ഒരു ദൈവാനുഗ്രഹം ഇല്ലാത്തവരാണ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ പോലും നമ്മൾക്ക് ഒരു എന്താ പറയുക മേന്മയും ഇല്ലാത്തവരാണ് എന്നുള്ള മറ്റുള്ള ജനത്തിൻ്റെ ഒരു പിറുപിറുക്കൽ, ഇതൊക്കെ ദൈവം മാറ്റിക്കളയും. ദൈവം പറയുകയാണ്, എൻ്റെ ജനത്തെ ഞാൻ നിന്നയ്ക്ക് അനുഭവിക്കാൻ ഇടവരുത്തുകയില്ല. ഈ ഒരു യോവേലിൻ്റെ പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ ആ ഒരു വേദനയെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ ദൈവം എവിടെ പോയി എന്ന് ജനതകൾ, മറ്റുള്ള ജാതികൾ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്. മറ്റുള്ള ജനങ്ങൾ അവരുടെ ദൈവം എവിടെ എന്നുള്ള ആ ഒരു അവരെ നിന്ദിച്ചിരുന്ന അവരോടാണ് ദൈവം പറയുന്നത്, എൻ്റെ ജനത്തെ ഞാൻ നിന്നയ്ക്ക് ഇടകൊടുക്കുകയില്ല, അവർക്ക് നിന്ന വരുത്തുവാൻ ഞാൻ അവരെ ഇടവരുത്തുകയില്ല. ദൈവത്തിൻ്റെ ആ ഒരു വലിയ റെസ്റ്റോറേഷനാണ്. തൻ്റെ ജനവും ഞാനും ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ റെസ്റ്റോറേഷനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സ്പിരിച്വൽ റെസ്റ്റോറേഷൻ. ഈ ഒരു വീണ്ടെടുപ്പുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ദൈവമായ യഹോവയുടെ നാമത്തെ വാഴ്ത്തി സ്തുതിക്കുമെന്നാണ് ദൈവം തന്നെ പറഞ്ഞിരുന്നത്. സ്പിരിച്വൽ റെസ്റ്റോറേഷന് പിന്നെയും യഹോവയുടെ ആലയത്തിൽ എല്ലാ തരത്തിലുള്ള യാഗങ്ങളും നടത്താൻ തുടങ്ങും. അപ്പോൾ ദൈവത്തിൻ്റെ വീണ്ടെടുക്കൽ എന്ന് പറയുന്നത് ഒരു ടോട്ടൽ റെസ്റ്റോറേഷൻ തന്നെയാണ്. ഫിസിക്കൽ റെസ്റ്റോറേഷൻ, റിലേഷൻഷിപ്പ് റെസ്റ്റോറേഷൻ, സ്പിരിച്വൽ റെസ്റ്റോറേഷൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള കഷ്ടങ്ങളിൽ കൂടി നഷ്ടങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോഴും വചനം നമ്മളെ ശക്തിപ്പെടുത്താൻ നമ്മൾ തന്നെ ഇടകൊടുക്കണം. പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമായിരിക്കും. ഇനിയും ഒന്നും സംഭവിക്കുകയില്ല, കാലം ഇത്ര കഴിഞ്ഞല്ലോ, ഇനിയും എന്താണ് നടക്കാൻ പോകുന്നത്, ഇനി എന്ത് അത്ഭുതമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ദൈവം ചെയ്യാൻ പോകുന്നത് എന്നുള്ള പലതരത്തിലുള്ള മോശമായ വാക്കുകളൊക്കെ നമ്മൾ കേട്ടാലും ഇത്തരം വചനങ്ങളിൽ നിങ്ങൾ ഊന്നി ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിങ്കിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിങ്കിലേക്ക് ചെല്ലാൻ ശ്രമിക്കുക. നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ ഞാൻ തിരിച്ചു തരും എന്നുള്ള ഈ ഒരു വാഗ്ദാനം നിങ്ങൾ എത്ര പേര് ഇന്ന് ഹൃദയത്തിൽ ഏൽക്കുവാൻ തയ്യാറാണ്? നിങ്ങളുടെ ജീവിതത്തിലെ വിട്ടിലോ തുള്ളനോ ഒരുപക്ഷെ പലതരത്തിലുള്ള നഷ്ടങ്ങളുടെ കഥ പറയുന്ന ആൾക്കാരായിരിക്കും, പഴയ പരാജയങ്ങളായിരിക്കാം, പണ്ട് വീണ ചതിക്കുഴികളായിരിക്കാം, ആരോ വെച്ച കെണിയിൽ നിങ്ങൾ അകപ്പെട്ട് നിങ്ങളുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് പോയതായിരിക്കും, നഷ്ടപ്പെട്ട അവസരങ്ങളായിരിക്കും, നഷ്ടപ്പെട്ട ജോലികളായിരിക്കും, നഷ്ടപ്പെട്ട റിലേഷൻഷിപ്പ് ആയിരിക്കും, ഒരു ഡിവോഴ്സ് ആയിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നഷ്ടം സംഭവിപ്പിച്ച കാര്യങ്ങൾ, രോഗമായിരിക്കാം, ചത്ത അവയവങ്ങളായിരിക്കാം. പക്ഷെ ഇതൊക്കെ വീണ്ടെടുക്കാൻ ദൈവം പറയുകയാണ്, തുള്ളനെയും വിട്ടിലിനെയും പച്ചപ്പുഴുവിനെയും ഞാൻ അയച്ച ഇവയൊക്കെ കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ ഞാൻ പകരം നൽകും, സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ പകരം നൽകും. അതുകൊണ്ട് നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ, കഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ നിങ്ങളെല്ലാവരും വിശ്വസിക്കുക. ഇന്ന് നിങ്ങൾ നേരിടുന്ന ഏത് നഷ്ടത്തെയും നിങ്ങൾക്ക്
വന്നിരിക്കുന്ന ഏത് കഷ്ടത്തിൽ നിന്നും ഒക്കെ വിടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. 2 കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. 3 കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു മെസ്സേജിനെ കുറിച്ച് എനിക്ക് അവസാനമായിട്ട് പറഞ്ഞു തരാനുള്ളത്. നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ വീണ്ടെടുത്ത് തരുന്നവനാണ് ദൈവം. അതിനുവേണ്ടി നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് തിരിയുവീൻ. രണ്ടാമത്തേത്, ദേശമേ, നിങ്ങളോട് ഓരോരുത്തരും പേരെടുത്ത് ദൈവം പറയുകയാണ്, ഭ്രമിക്കാതിരിക്കുക, ഭയപ്പെടാതിരിക്കുക, സന്തോഷിച്ച് ഉല്ലസിക്കുക. യഹോവ ഒരു മഹാകാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് ഈ ഒരു വചനത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കം fall in love with Jesus and fall in love with the word of God.